എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഡോഗ് സ്റ്റോഡ് SCRT ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ദിനിൽ. നമ്മളിവിടെ ഇന്ന് പഠിക്കുവാൻ പോകുന്നത് ഇന്ത്യൻ ഭൂമിശാസ്ത്ര ഘടനയെക്കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൻ്റെതായ ബേസിക് ഫാക്ട്സ്, അപ്പോൾ എന്തെല്ലാമാണ് നമ്മുടെ ഇന്ത്യയുടെ ലൊക്കേഷൻ, അപ്പോൾ അതിൻ്റെ വടക്ക് തെക്ക് നീളം, പിന്നെ അതിൻ്റെ മറ്റ് പ്രത്യേകതകൾ, അതിൻ്റെ നൈബറിങ് രാജ്യങ്ങളുടെ പ്രത്യേകതകൾ, അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. ഇവിടെ ഇന്ത്യയുടെ സ്ഥാനം, ഏറ്റവും ബേസിക് ആയിട്ടുള്ള പോയിന്റ് പറയുകയാണ്. ഇവിടെ ഇന്ത്യയുടെ സ്ഥാനം എന്താണ് നോക്കി. ഇവിടെ അക്ഷാംശത്തിൽ 8°4' വടക്ക് മുതൽ 37°6' വടക്ക് വരെയുമാണ് ഇന്ത്യയുടെ ആ ഒരു സ്ഥാനം കിടക്കുന്നത്. ഓക്കെ, രണ്ട് രേഖാംശമാണെങ്കിലോ 68°7' മുതൽ 97°25' കിഴക്ക് വരെയുമാണ് ആരുടെ സ്ഥാനം, നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം. നോക്കി, ഇവിടെ ഇത് പൊതുവേ ഒരു സംശയമുള്ള കാര്യം തന്നെയാണ്. പൊതുവേ അക്ഷാംശ രേഖാംശങ്ങളെ കുറിച്ചൊക്കെ ഒരു ധാരണ പൊതുവേ സ്റ്റുഡൻസിന് ഉണ്ടാകാൻ സാധ്യതയില്ല. എങ്കിലും പറയുകയാണ്, എന്താണ് അക്ഷാംശ രേഖാംശങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ നമ്മുടെ ഭൂമിയെ നമ്മളിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ, നമ്മൾ ഭൂമിയെ ഒന്ന് സങ്കല്പിക്കുക. ഓക്കെ, ഭൂമി സങ്കല്പിക്കുക. ഇതാണ് നമ്മുടെ ഭൂമധ്യരേഖ, ഇക്വേറ്റർ എന്ന് പറയാം. അപ്പോൾ ഭൂമിയെ നമ്മൾ ഹൊറിസോണ്ടലായിട്ട് നമ്മളങ്ങോട്ട് രണ്ട് ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് അർദ്ധഗോളം കിട്ടും. ഓക്കെ, വടക്കും തെക്കുമായിട്ട്. ഓക്കെ, രണ്ട് അർദ്ധഗോളം കിട്ടും. അപ്പോൾ ഇവിടെ പറയണത് ഇന്ത്യ എന്ന രാജ്യം, നമ്മുടെ രാജ്യം, ആ രാജ്യം കിടക്കുന്നത് ഭൂമിയുടെ വടക്കൻ അർദ്ധഗോളത്തിലാണ്. അപ്പോൾ നോക്കി, ഇവിടെ ഇത് 0° ലാറ്റിറ്റ്യൂഡാണ്. 0° ലാറ്റിറ്റ്യൂഡ് മീൻസ് എന്താണ്? അക്ഷാംശമാണ്. അപ്പോൾ നമ്മുടെ ഭൂമിയുടെ മാതൃകയിലുള്ള ഒരു ഗ്ലോബിൽ നമ്മൾ തുല്യ അകലത്തിൽ ഹൊറിസോണ്ടലായിട്ട് ലംബമായിട്ട് വരയ്ക്കുന്ന ലൈൻസ് എല്ലാം എന്താണ് അക്ഷാംശ രേഖകളാണ്. എന്താണ്? ലാറ്റിറ്റ്യൂഡ്സ് ആണ്. ക്ലിയർ ആണെന്നില്ലേ പോയിന്റ്? അപ്പോൾ ഇതെല്ലാം ലാറ്റിറ്റ്യൂഡ്സ്, ഇങ്ങനെയെല്ലാം കാണുന്ന ലൈൻസ് ലാറ്റിറ്റ്യൂഡ്സ് ആണ്. ക്ലിയർ ആണെന്നില്ലേ പോയിന്റ്? ഇവിടെ നോക്കിയാൽ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഇതാണ് ഭൂമധ്യരേഖ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് വടക്കോട്ട് അടുത്ത ലൈൻ എന്താണ്? 1° വടക്കൻ അക്ഷാംശമാണ്, 2° വടക്കൻ അക്ഷാംശം, അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ പോയിട്ട് ഏറ്റവും വടക്കെത്തുമ്പോൾ 90° എന്താണ്? വടക്കൻ അക്ഷാംശമായിട്ട് മാറും. അതുപോലെ തെക്കോട്ടെടുത്ത് എന്താണ്? 1° സൗത്ത് അക്ഷാംശം, അങ്ങനെ ഓരോ ലൈൻസും വന്ന് ഇവിടെ എന്താണ്? 90° തെക്കൻ അക്ഷാംശമായിട്ട് മാറുന്നു. ക്ലിയർ ആകുന്നില്ല? അപ്പോൾ വടക്കൻ അക്ഷാംശം 90° വടക്കാണ് നോർത്ത് പോള്, 90° തെക്കാണ് സൗത്ത് പോള്. അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വടക്കൻ അർദ്ധഗോളത്തിലാണ് ആരുടെ സ്ഥാനം? ഇന്ത്യയുടെ സ്ഥാനം. ഓക്കെ, ഒപ്പം തന്നെ നമ്മൾ നേരെ അങ്ങോട്ട് ലംബമായിട്ട് പിളർന്നു കഴിഞ്ഞാലോ അവിടെയും രണ്ട് അർത്ഥഗോളം കിട്ടും. നോക്കിയാൽ ഇവിടെ ഇതാണ്, ശ്രദ്ധിക്കുക, ഇതാണ് ഭൂമി എന്ന് സങ്കല്പിക്കുക. നമ്മൾ ഇങ്ങനെ പിളർന്നാലോ അവിടെയും രണ്ട് അർത്ഥഗോളം കിട്ടും. കിഴക്കൻ അർത്ഥഗോളം കിട്ടും, എന്താണ്? പടിഞ്ഞാറൻ അർത്ഥഗോളം കിട്ടും. ക്ലിയർ ആണല്ലേ പോയിന്റ്? അപ്പോൾ ഇങ്ങനെ പിളർന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം കിഴക്കൻ അർദ്ധഗോളത്തിലായിരിക്കും. ഓക്കെ, അതുപോലെ ഇങ്ങനെ പിളർന്നാലോ ഇന്ത്യയുടെ സ്ഥാനം വടക്കൻ അർദ്ധഗോളത്തിലായിരിക്കും, വടക്കായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ലൊക്കേഷൻ്റെ ഏകദേശം ഈ ഭാഗത്തായിട്ട് വരും. ക്ലിയർ ആണല്ലേ പോയിന്റ്? അപ്പോൾ ഇന്ത്യയുടെ ലൊക്കേഷൻ എന്താണ്? ലംബമായി ഭൂമിയെ പിളർന്നു കഴിഞ്ഞാൽ എന്താണ്? കിഴക്കൻ അർദ്ധഗോളത്തിലും, എന്താണ്? ഹൊറിസോണ്ടലായിട്ട് പിളർന്നാലോ വടക്കും കാണപ്പെടുന്നു. ക്ലിയർ ആണല്ലേ പോയിന്റ്? അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ എന്താണ് രേഖാംശം നോക്കുകയാണെങ്കിൽ, മീൻസ് ലോഞ്ചിറ്റ്യൂഡ്സ് നോക്കുകയാണെങ്കിൽ ഈസ്റ്റ് മാത്രം, ഇവിടെ നിങ്ങോട്ട് കിഴക്കാണ്, ഇവിടെ നിങ്ങോട്ട് പടിഞ്ഞാറാണ്. അപ്പോൾ കിഴക്കാണ് ഈസ്റ്റ്. രേഖാംശം പറയുമ്പോൾ എന്താണ്? കിഴക്കിനെ ബേസ് ചെയ്തും, അതുപോലെ എന്താണ് അക്ഷാംശം പറയുമ്പോഴോ വടക്ക് ബേസ് ചെയ്തും പറയും. ഇന്ത്യ ഇങ്ങോട്ടാണല്ലോ, വടക്ക് ബേസ്, ഇങ്ങോട്ട് തെക്കാണ്, സൗത്താണ്. അപ്പോൾ വടക്ക് ബേസ് ചെയ്തും പറയണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ആരുടെ ആ ഒരു സ്ഥാനം? ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥാനം. ക്ലിയർ ആണെന്നില്ലേ? അപ്പോൾ നമുക്ക് ഇനി ഇങ്ങോട്ട് വരാൻ. നോക്കിയാൽ ഇവിടെ അക്ഷാംശം എടുത്താൽ 8°4' എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇന്ത്യയുടെ ഭൂപടം. ഓക്കെ, അതിൽ ഈ കാണുന്ന ഭാഗം ഇതാണല്ലോ. ഓക്കെ, അതാണ് 8°4'. 8°4'. വ്യക്തമാകുന്നില്ലേ പോരെ? 4 മിനിറ്റ്. അപ്പോൾ ഈ കാണുന്ന ഭാഗം, അപ്പോൾ ഇത് ഇങ്ങോട്ട് മൊത്തം വടക്കൻ അക്ഷാംശമാണ് മൊത്തം. ഓക്കെ, ഇനി ഏറ്റവും വടക്കായി കാണപ്പെടുന്ന ഈ ഭാഗം, ക്ലിയർ ആണെന്നില്ലേ പോയിന്റ്? അതെത്രയാണ്? 37°6'. 37°6'. ഇത് 37°6'. 37°6'. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. 8°4'. വടക്ക് എന്താണ്? 37° എന്താണ്? 6 മിനിറ്റ്.
ഓക്കെ, ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മളെന്താണ് നമ്മൾ ഇപ്പോൾ ഇത് ഓക്കെ. ഇനി കിഴക്ക് ഭാഗം നോക്കി എന്താണ്, ഈ ഭാഗവും വരുന്നതാണല്ലോ. നോക്കിയേ അതെത്രയാണ്, അതെങ്ങനെയാണ് ശ്രദ്ധിച്ചേ. ഇവിടെ ദേ രേഖാംശം എടുത്താൽ എങ്ങനെയാണ്? അപ്പോൾ രേഖാംശം മീൻസ് നമ്മൾ ഇങ്ങനെ വരക്കുന്ന ലൈൻസ് ലംബമായിട്ട്. അപ്പോൾ രേഖാംശം എടുത്താൽ എങ്ങനെയാണ് വരുന്നത്? നോക്കിയേ, ഈ 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് എന്ന് വെച്ചാൽ എന്താണ്, ഈ കാണുന്ന ഭാഗമാണ് 68 ഡിഗ്രി 7 മിനിറ്റ്. ക്ലിയർ ആണല്ലോ പോയിന്റ്? ഓക്കെ. ഇനി 97 25 എത്രയാണ് കേട്ടോ? ഇതാണ് 97 25. ക്ലിയർ ആണെന്നില്ല പോയിന്റ്? അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ ലൊക്കേഷൻ. ഓക്കെ, ശ്രദ്ധിക്കുക. വടക്കെടുത്ത എന്താണ്, വടക്ക് അക്ഷാംശ ലൈൻ എടുത്തു കഴിഞ്ഞാൽ, അക്ഷാംശ ലൈൻ മീൻസ് ലാറ്റിറ്റ്യൂഡ്സ് എടുത്ത എന്താണ് 6 ഡിഗ്രി 4 മിനിറ്റ് എന്താണ് വടക്കൻ അക്ഷാംശത്തിനും. നോക്കിയേ എന്താണ് 37 ഡിഗ്രി 6 മിനിറ്റ് വടക്കൻ അക്ഷാംശത്തിനും നടുക്കായിട്ട് ആര് കിടപ്പുണ്ട്? ഇന്ത്യ കിടപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ലൈൻസിൽ എന്താണ്, ഇങ്ങനെ ലംബമായിട്ട് ലൈൻസ് വരയ്ക്കുമ്പോൾ എന്താണ്, ഈ ലൈൻസിനും നടുക്കാണ് ആരുടെ കിടപ്പ്? ഇന്ത്യയുടെ കിടപ്പ്. വ്യക്തമാകുന്നില്ലേ പോയിന്റ്? ഇനി നമ്മൾ ഇങ്ങനെ ലംബമായിട്ട് വരച്ചു കഴിഞ്ഞാലോ, അതാണ് ലോഞ്ചിറ്റ്യൂഡ്സ്, ഇതാണ് രേഖാംശം. അതാണെങ്കിലോ 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്കൻ അർത്ഥങ്ങളാണല്ലോ, കിഴക്കൻ രേഖാംശത്തിനും 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്കൻ രേഖാംശം നടുക്കാണ് ഇന്ത്യയുടെ സ്ഥാനം. വ്യക്തമാകുന്നില്ലേ പോയിന്റ്? അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു ലൊക്കേഷൻ. ക്ലിയർ ആകുന്നില്ല? ആ ഒരു ലൊക്കേഷൻ വ്യക്തമാകുന്നില്ലേ പോയിന്റ്? പക്ഷേ ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നം എന്ന് അറിയാമോ? ഈ 8 ഡിഗ്രി 4 മിനിറ്റ് എന്ന് വെച്ചാൽ, ഇത് സ്കൂൾ ടെക്സ്റ്റിലെ പോയിന്റ് ആണ്, അതുപടി ഞാനിവിടെ പോയിന്റ് പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 8 ഡിഗ്രി 4 മിനിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാസ്തവത്തിൽ ഇന്ത്യ രാജ്യത്തിന് തെക്ക് ഭാഗമല്ല, തെക്ക് ഭാഗത്തിൻ്റെ അക്ഷാംശമല്ല. അതൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ. നോക്കി ഇവിടെ സ്കൂൾ ടെക്സ്റ്റിൽ കിടക്കുന്ന പോയിന്റ് ഇങ്ങനെയാണ്, പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങളൊക്കെ. ഇവിടെ നമ്മൾ ഇന്ത്യ എന്ന രാജ്യം എടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യം ഇന്ത്യ രാജ്യം പരിഗണിക്കുകയാണെങ്കിൽ നമ്മൾ ആരെയും പരിഗണിക്കണം? നമ്മുടെ ഈ ആൻഡമാൻ നിക്കോബാറിനെയും പരിഗണിക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ഏറ്റവും തെക്കായി കാണപ്പെടുന്ന ഭാഗമാണ് എന്താണ് നമ്മുടെ ഗ്രേറ്റ് നിക്കോബാർ എന്ന് പറഞ്ഞ ആ പ്രദേശമാണ്. ക്ലിയർ ആണല്ലേ പോയിന്റ്? അപ്പോൾ ഈ കാണുന്ന ഭാഗമാണ് നിക്കോബാർ ഐലൻഡിലെ ഏറ്റവും തെക്കായി കാണപ്പെടുന്ന ഭാഗമാണ്. പിഗ്മാലിയൻ പോയിന്റ് എന്ന് പറയാം, ഇന്ദിര പോയിന്റ് എന്നൊക്കെ പറയാം. അവിടെ നിൽക്കട്ടെ. ഇവിടെ ഈ കാണുന്ന ഭാഗം ഗ്രേറ്റ് നിക്കോബാർ. ശ്രദ്ധിക്കുക, ഇവിടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ്സ് ആണല്ലോ, അതിൽ നിക്കോബാർ ദ്വീപുകളുടെ ഏറ്റവും തെക്കായി കാണപ്പെടുന്ന ഭാഗം, അതിൽ ദ ഗ്രേറ്റ് നിക്കോബാർ ദ്വീപ്സിലെ ഏറ്റവും തെക്കായി കാണപ്പെടുന്ന ഭാഗമാണ് ഇന്ദിര പോയിന്റ്. ഇന്ദിര പോയിന്റ് കിടക്കുന്നത് ഈ പറയുന്ന സ്ഥാനത്തല്ല. നോക്കിയേ, ഇത് ഈ 8 ഡിഗ്രി 4 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ്? അത് കന്യാകുമാരിയാണ്. എന്ന് വെച്ചാൽ ഇന്ത്യയുടെ പ്രധാന ഭൂമിയുടെ തെക്കേറ്റമാണ് കന്യാകുമാരി. അതിനേക്കാളും തെക്കായി കിടക്കുന്ന ഭാഗമാണ് എന്താണ് പിഗ്മാലിയൻ പോയിന്റ്, ഇന്ദിര പോയിന്റ് എന്ന് പറയാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 8 ഡിഗ്രി 4 മിനിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കന്യാകുമാരിയുടെ സ്ഥാനമാണ്. ഓക്കെ, പക്ഷെ അതിനേക്കാളും തെക്കാണല്ലോ എന്ത് കിടക്കുന്നത്? ഇന്ദിര പോയിന്റ് കിടക്കുന്നത്. അപ്പോൾ ആ ഇന്ദിര പോയിന്റ് സ്ഥാനം 6 ഡിഗ്രി 45 മിനിറ്റ് ആണ്. വ്യക്തമാണ്, 6 ഡിഗ്രി 45 മിനിറ്റ് ആണ്. അത് നമ്മുടെ ഈ സ്കൂൾ ടെസ്റ്റിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ എന്താണ് 6 ഡിഗ്രി 45 മിനിറ്റ് ആണ് ഇന്ത്യയുടെ ഏറ്റവും തെക്കായി കാണപ്പെടുന്ന ഭാഗമെന്ന് നമ്മൾ പഠിക്കുന്ന പിഗ്മാലിയൻ പോയിന്റിന്റെ സ്ഥാനം, ഇന്ദിര പോയിന്റിന്റെ സ്ഥാനം. ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിന്റെ ഏറ്റവും തെക്കായി കാണുന്ന ഭാഗമാണ് പിഗ്മാലിയൻ പോയിന്റ്. വ്യക്തമാകുന്നില്ലേ പോയിന്റ്? അപ്പോൾ അതിനേക്കാളും വടക്കുള്ള സ്ഥാനമാണ് ഈ കാണുന്ന കന്യാകുമാരി. അതാണ് 8 ഡിഗ്രി 4 മിനിറ്റ് കിടക്കുന്ന ഭാഗം. അപ്പോൾ നിങ്ങൾ ആ തെറ്റ് മനസ്സിലാക്കുക. അപ്പോൾ ഒരു ചോദ്യം വരികയാണ്, ഇന്ത്യയുടെ ഏറ്റവും തെക്കായി കാണപ്പെടുന്ന ഭാഗം ഏതാണെന്ന്? പിഗ്മാലിയൻ പോയിന്റ് ആണ്, ഇന്ദിര പോയിന്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് ആ സ്ഥാനം എന്താണ്? അത് 6 ഡിഗ്രി 45 മിനിറ്റിലാണ് കിടക്കുന്നത്. 6 ഡിഗ്രി 45 മിനിറ്റിലാണ് ആ ഒരു അക്ഷാംശ ലൈൻ കിടക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് എന്താണ്? അതുകൊണ്ട് 8 ഡിഗ്രി 4 മിനിറ്റ് കന്യാകുമാരിയാണ്. ചെല്ലാണ് ഒരു കാര്യം വ്യക്തമാണ്, ഇന്ത്യയുടെ പ്രധാന ഭൂമി ഐലൻഡ് ഒന്നും ഉൾപ്പെടുത്താതെ ഇന്ത്യയുടെ മെയിൻ ലാൻഡിന്റെ തെക്കേറ്റം ഏതാണ്? അത് 8 ഡിഗ്രി 4 മിനിറ്റ് ആണ്. വളരെ ക്ലിയർ ആണല്ലോ. അടുത്ത ബേസിക് ആയിട്ടുള്ള ഭാഗം എന്താണ്? പോയിന്റ് എന്താണ്? ഇന്ത്യയുടെ കര അതിർത്തി എത്രയാണ്? അപ്പോൾ ഇന്ത്യയുടെ കര അതിർത്തിയുണ്ട്, ഇന്ത്യയുടെ സമുദ്ര അതിർത്തിയുണ്ട്, ഇന്ത്യയുടെ കര അതിർത്തിയുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം ഇന്ത്യയുടെ സമുദ്ര അതിർത്തിയെ കുറിച്ച് പറയാം. എന്താണ് ഇന്ത്യയുടെ സമുദ്ര അതിർത്തി എത്രയാണ്? എന്തൊക്കെ? 7516.6
കിലോമീറ്റർ ദൂരമാണ്. ശ്രദ്ധിക്കുക, 7516.6 കിലോമീറ്റർ ദൂരമാണ് ഇന്ത്യയുടെ സമുദ്ര അതിർത്തി പറയണത്. ഇവിടെ മുതൽ ആരംഭിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നു, ഈ ഒരു ഭാഗം മൊത്തം ചെയ്തു ഇവിടെ വന്നു, ഈ കാണുന്ന വെസ്റ്റ് ബംഗാളിൻ്റെ അതിർത്തി വരികയാണ്. അപ്പോൾ ഇത്രയുമാണ്. ഗുജറാത്തിൽ നിന്ന് ആരംഭിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ വരെയാണ് ഇന്ത്യയുടെ മെയിൻ ലാൻഡിൻ്റെ സമുദ്ര അതിർത്തി കിടക്കുന്നത്. ഓക്കെ, പക്ഷേ മെയിൻലാൻഡ് മാത്രമല്ലല്ലോ, നമ്മുടെ ദ്വീപസമൂഹങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹം, രണ്ടെന്താണ് ലക്ഷദ്വീപ് ദ്വീപസമൂഹമുണ്ട്. കിഴക്കും പടിഞ്ഞാറുമായിട്ട് പ്രധാനമായിട്ട് 2 ദ്വീപസമൂഹം നമുക്കുണ്ട്. ആൻഡമാൻ നിക്കോബാറിൻ്റെയും ദ്വീപസമൂഹമുണ്ട്, ഒപ്പം തന്നെ എന്താണ് ലക്ഷദ്വീപിൻ്റെയും ദ്വീപസമൂഹമുണ്ട്. ക്ലിയർ ആണല്ലേ? അപ്പോൾ അത് കൂടാതെ ഇന്ത്യയുടെ മറ്റ് ദ്വീപസമൂഹങ്ങൾ, സമുദ്രത്തിൽ കിടക്കുന്ന മറ്റ് ദ്വീപസമൂഹങ്ങൾ ഏതൊക്കെയാണോ അതെല്ലാം കൂടി ചേർന്ന് ടോട്ടൽ കിട്ടുന്ന എന്താണ് സമുദ്ര അതിർത്തിയാണ് ഈ പറയുന്ന 7516.6 എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലേ പോയിന്റ്? അപ്പോൾ എന്താ പറയണേ, ടോട്ടൽ സമുദ്ര അതിർത്തി എത്രയാണ്? 7516.6 കിലോമീറ്റർ ആണ് നമ്മുടെ ടോട്ടൽ സമുദ്ര അതിർത്തി. അത് മെയിൻലാൻഡിൻ്റെ മാത്രമുള്ള സമുദ്ര അതിർത്തി അല്ല. അതൊന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആണല്ലേ പോയിന്റ്? ഇനി അടുത്ത പോയിന്റ്, എത്രയാണ് നമ്മുടെ കര അതിർത്തി പറയണത്? ക്ലിയർ ആണല്ലേ പോയിന്റ്? എത്രയാണ് കര അതിർത്തി പറയണത്? ശ്രദ്ധിക്കുക, ഇവിടെ മുതൽ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നു ഇവിടെ വന്നു, ഇങ്ങനെ വന്നു, ഇങ്ങനെ കവർ ചെയ്ത് വന്നു, ഇവിടെ വരെ വരുന്നുണ്ട് കരാതിർത്തി. ഏകദേശം ഈ സമുദ്രാതിർത്തി എത്രയാണ്? അതിൻ്റെ ഏകദേശം ഇരട്ടിയോളം വരുന്നു എന്താണ് കരാതിർത്തി. അപ്പോൾ നമുക്ക് ഗുജറാത്ത് മുതൽ തന്നെ ആരംഭിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വന്നു നമ്മുടെ പാകിസ്ഥാൻ എന്ന് പറയുന്ന നൈബറിങ് കൺട്രി, ഒപ്പം തന്നെ എന്താണ് അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗം വരുന്നുണ്ട്, പിന്നെ ചൈന വരുന്നുണ്ട്, ഇങ്ങോട്ട് വന്ന് കവർ ചെയ്തെന്താണ് മ്യാൻമാർ എന്ന രാജ്യം, ഇങ്ങനെ വന്നു ഇവിടെ വരുന്നു. അപ്പോൾ എന്താണ് അവിടെ വരികയാണ്. അപ്പോൾ ഇവിടെ വരെയുള്ള എത്രയാണ് കര അതിർത്തി വരുന്നത് എത്രയാണ്? ഏകദേശം 15,106.7 കിലോമീറ്റർ ആണ് കര അതിർത്തി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സമുദ്ര അതിർത്തി, ഇതാണ് നമ്മുടെ കര അതിർത്തി. 15,106.7 കിലോമീറ്റർ ആണ് നമ്മുടെ കര അതിർത്തി വരുന്നത്. അപ്പോൾ സമുദ്ര അതിർത്തിയുടെ നേരെ ഇരട്ടി വരുന്നുണ്ട്? കര അതിർത്തി വരുന്നുണ്ട്. ക്ലിയർ ആണല്ലേ പോയിന്റ്? ഇനി അടുത്ത പോയിന്റ്, ഏതെല്ലാം രാജ്യവുമായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ 3 വശങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂവിഭാഗമാണ് ഉപദ്വീപ്. ഓക്കെ, ഉപദ്വീപ്. അപ്പം 3 വശവും എന്താണ് സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭാഗമാണ് ഉപദ്വീപ്. ഇവിടെ നോക്കിയ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കു ഭാഗം സമുദ്രത്തിൽ ചുറ്റപ്പെട്ട് കാണപ്പെടുന്നതിനാൽ ഈ ഭാഗം ഇന്ത്യൻ ഉപദ്വീപ് എന്നറിയപ്പെടുന്നു. നോക്കിയ 3 വശവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭാഗമാണ് ഇന്ത്യൻ ഉപദ്വീപ്. ഓക്കെ, അപ്പം 3 വശവും സമുദ്രത്തെ ചുറ്റപ്പെട്ട ഭാഗത്ത് അറിയപ്പെടുന്ന പേരെന്താണ്? ഉപദ്വീപ് എന്നറിയപ്പെടുന്നു. ഓക്കെ, ഇവിടെ ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ആ വശങ്ങൾ എല്ലാം എന്താണ് ഇന്ത്യ മഹാസമുദ്രത്താണ് ചുറ്റപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടെന്നതാണ് അതിനെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്നറിയപ്പെടുകയാണ്. ഇന്ത്യൻ ഉപദ്വീപ് എന്നറിയപ്പെടുകയാണ്. ക്ലിയർ ആണല്ലേ പോയിന്റ്? ഇന്ത്യൻ ഉപദ്വീപ് എന്ന് അറിയപ്പെടുകയാണ്. വ്യക്തമാണെന്നല്ലേ പോയിന്റ്? ഓക്കെ, നമുക്ക് അടുത്ത ഇങ്ങോട്ട് വരാൻ നോക്കിയേ. ശ്രദ്ധിച്ചേ, ഇവിടെ 3 ചോദ്യങ്ങൾ കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ സ്കൂൾ ടെക്സ്റ്റിൻ്റെ ഭാഗമാണ് പോയിന്റാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതെല്ലാമാണ്? ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡം അതിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതെല്ലാമാണ്? ഒന്നാമത്തെ ഒരു ചോദ്യമാണ്. 2, ഇന്ത്യയുമായിട്ട് കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതെല്ലാമാണ്? ഓക്കെ, അപ്പോൾ നമ്മൾ കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ, അപ്പം ഇന്ത്യയുടെ കരാതിർത്തിയുടെ ലെങ്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് ഇന്ത്യയുമായി സമുദ്രാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ ഇന്ത്യയുടെ സമുദ്രാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? കരാതിർത്തി പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഈ 2 ചോദ്യങ്ങൾ 3 ചോദ്യങ്ങൾ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതൊന്നും ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഇത് ഇന്ത്യയുടെ മാപ്പ്. അപ്പോൾ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്താണ്? ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് വടക്ക് ഹിമാലയം മുതൽ തെക്കോട്ട്, വടക്ക് കിഴക്ക് പൂർവാഞ്ചൽ മുതൽ തെക്കോട്ട്. വടക്ക് ഹിമാലയം മീൻസ് ഇതാണ് ഹിമാലയത്തിൻ്റെ സ്ഥാനം കിടക്കുന്നത്. അവിടെ നിന്ന് തെക്കോട്ട് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ആരൊക്കെ വരുന്നു? നേപ്പാൾ വരും, അതുപോലെ തന്നെ ഈ ഭൂട്ടാൻ കയറി വരും, അപ്പോൾ ബംഗ്ലാദേശും കയറി വരും. അപ്പോൾ നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ് ഇതാണ് ഇന്ത്യൻ സബ് കോണ്ടിൽ പെടുന്ന രാജ്യങ്ങൾ. നമ്മുടെ ഇന്ത്യ ഉണ്ട്, ഒപ്പം തന്നെ നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ് വന്നു കഴിഞ്ഞു. ഇത് ഹിമാലയമാണ്, ഇത് ഹിമാലയത്തിൻ്റെ സ്ഥാനമാണ്. ഹിമാലയത്തിന് വടക്ക് കിടക്കുന്ന പ്രദേശമാണ് ചൈനയും ടിബറ്റൊക്കെ, ചൈന. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗങ്ങൾ വരുന്നില്ല.
വരുന്നില്ല. അപ്പോൾ ചൈന ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ ഭാഗമല്ല. ഓക്കെ, ക്ലിയർ ആണെന്നില്ല പോയിന്റ്. ഇനി വടക്ക് മാറി വടക്ക് പടിഞ്ഞാറ് ഹിന്ദുക്കുഷ് മലനിരകളുണ്ട്. ഹിന്ദുക്കുഷ് മലനിരകൾ വടക്ക് പാമീർ ടു വടക്ക് പടിഞ്ഞാറ് ഹിന്ദുക്കുഷ് മലനിരകൾ കിടക്കുകയാണ് ഇങ്ങനെ. പ്രത്യേകിച്ച് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ കിടക്കുന്ന ഒരു മെയിൻ മലനിരയാണ് ഹിന്ദുക്കുഷ് മലനിരകൾ. അപ്പോൾ അവിടെ നിന്ന് തെക്കോട്ടുള്ള ഭാഗമാണ്. അപ്പോൾ എന്ത് വന്നു പാകിസ്ഥാനും അതിൽ പെടുന്നു. ഓക്കെ, അപ്പോൾ ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്. അപ്പൊ എത്ര രാജ്യങ്ങളായി? 1 ഇന്ത്യ, 2 പാകിസ്ഥാൻ, 3 നേപ്പാൾ, 4 ഭൂട്ടാൻ, 5 ബംഗ്ലാദേശ്, പ്ലസ് എന്താണ് നമ്മുടെ നൈബറിംഗ് കൺട്രി ആയ ഏതാണ്? ശ്രീലങ്ക. ഓക്കെ, അപ്പോൾ 6 ആയല്ലോ. പിന്നെന്താണ്? പിന്നെ ലക്ഷദ്വീപിന്റെ അടുത്തായി കാണപ്പെടുന്ന തെക്കായി കാണപ്പെടുന്ന എന്താണ് ദ്വീപസമൂഹമാണ് ഇത്? മാലിദ്വീപ്സ്. മാലിദ്വീപ്സ് ലക്ഷദ്വീപിന്റെ തെക്കായി കാണപ്പെടുന്ന ദ്വീപസമൂഹമാണ്. അതൊരു രാജ്യമാണ്. അപ്പോൾ മാലിദ്വീപ്സ് ഉൾപ്പെടുന്നു. അപ്പോൾ 7 രാജ്യങ്ങൾ. അപ്പോൾ 7 രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. അപ്പോൾ നോക്കി ഇവിടെ നമ്മൾ എന്താണ് ഫസ്റ്റിന്റെ ഉത്തരം കിട്ടി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? 1 മാലദ്വീപ്സ്, 2 പാകിസ്ഥാൻ, 3 നമ്മുടെ ഇന്ത്യ, 4 നേപ്പാൾ, 5 ഭൂട്ടാൻ, 6 ബംഗ്ലാദേശ്, 7 ശ്രീലങ്ക. അപ്പോൾ ഈ ഒരു സബ് കോണ്ടിനെന്റിലെ ഏറ്റവും വലിയ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഓക്കെ, ഏറ്റവും ചെറിയ രാജ്യം ഏതാണ്? മാലിദ്വീപ്സ് ആണ്. അപ്പോൾ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ഏറ്റവും വലിയ രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. ഏറ്റവും ചെറിയ രാജ്യം നമ്മുടെ നൈബറിംഗ് രാജ്യമായ ഏതാണ്? അത് സമുദ്ര അതിർത്തിയുള്ള രാജ്യമാണ്. അതേതാണ്? മാലിദ്വീപ്സ് ആണ്. ക്ലിയർ ആണെന്നില്ലേ പോയിന്റ്? ക്ലിയർ ആണല്ലോ. ഓക്കെ, അടുത്ത പോയിന്റ്, ഇന്ത്യയുമായിട്ട് കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് രാജ്യങ്ങൾ? നോക്കി കര അതിർത്തി. 1 പാകിസ്ഥാൻ. ഓക്കെ, 2 ഏതാണ്? പിന്നെ നേപ്പാൾ, 3 ഭൂട്ടാൻ, 4 ബംഗ്ലാദേശ്. ക്ലിയർ ആണെന്നില്ലേ പോയിന്റ്? ഓക്കെ, അപ്പൊ ഇത്രയും. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ പെടാത്ത രാജ്യമായ ഏതാണ്? ഈ പറഞ്ഞ ചൈനയും അഫ്ഗാനിസ്ഥാനും നമ്മളുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. അപ്പൊ നോക്കി ഇവിടെ 1, പിന്നെ ഒപ്പം ഏതാണ്? മ്യാൻമാറുമുണ്ട്. നോക്കി നമ്പർ 1 എന്താണ്? പാകിസ്ഥാൻ, 2 അഫ്ഗാനിസ്ഥാൻ, 3 ചൈന, 4 നേപ്പാൾ, 5 ഭൂട്ടാൻ, 6 മ്യാൻമാർ, 7 ബംഗ്ലാദേശ്. അപ്പൊ ഇത്രയും രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ്. മറന്നു പോരുത്. അപ്പോൾ നമ്പർ 1 പാകിസ്ഥാനുണ്ട്, നമ്പർ 2 അഫ്ഗാനിസ്ഥാനുണ്ട്. അഫ്ഗാനിസ്ഥാനുമായിട്ട് 106 കിലോമീറ്റർ ലെങ്ത് നമ്മൾ അതിർത്തിയുണ്ട്. പക്ഷേ അത് പാകിസ്ഥാൻ പിടിച്ചെടുത്ത കാശ്മീരാണ് അതിർത്തി പങ്കിടുന്നത്. മറന്നു പോരുത്. ഇവിടെ ഈ കാണുന്ന വടക്കേ അറ്റം പാകിസ്ഥാൻ പിടിച്ചെടുത്ത കാശ്മീരാണ്. ഈ കാണുന്നത് വടക്കൻ ഭാഗങ്ങൾ. ക്ലിയർ ആണെന്നില്ല പോയിന്റ്? അപ്പൊ ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ ക്ലിയർ ആണെന്നില്ല പോയിന്റ്? ഇവിടെ പാകിസ്ഥാൻ പിടിച്ചെടുത്ത പ്രദേശമാണെങ്കിൽ പോലും നമ്മൾ അവരുടെ ഭാഗമായിട്ട് അംഗീകരിച്ചിട്ടൊന്നുമില്ല. നമ്മുടെ പ്രദേശം തന്നെയാണത്. അപ്പോൾ നമ്മുടെ പ്രദേശം അവർ അനധികൃതമായിട്ട് കൈവശം വെച്ചിരിക്കുകയാണ്. ആ ഒരു പ്രദേശത്തിന്റെ വടക്കേ അറ്റമാണ് അഫ്ഗാനിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്നത്. അപ്പോൾ വാസ്തവത്തിൽ ആ പ്രദേശം നമ്മുടെ ആണല്ലോ. അപ്പോൾ ഇന്ത്യയുമായിട്ട് അഫ്ഗാനിസ്ഥാനും അതിർത്തിയുണ്ട് അങ്ങനെയാണെങ്കിൽ. അപ്പോൾ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, പിന്നെന്താണ് നമ്മുടെ നൈബറിംഗ് കൺട്രി നേപ്പാൾ, 3, പിന്നെ ചൈന ഇന്ത്യൻ സബ് കോണ്ടിന്റെ ഭാഗമല്ല, പക്ഷെ ചൈന അതിർത്തി പങ്കിടുന്നുണ്ട്. ക്ലിയർ ആണല്ലേ പോയിന്റ്? അപ്പോൾ 1, 2, 3, 4, 5 ഭൂട്ടാൻ, 6 ബംഗ്ലാദേശ്, 7 മ്യാൻമാർ. അപ്പൊ ഇത്രയും രാജ്യങ്ങൾ നമ്മൾ ഇന്ത്യയുമായിട്ട് കര അതിർത്തി പങ്കിടുന്നുണ്ട്. ക്ലിയർ ആണല്ലേ? ഇനി അതിനടുത്ത പോയിന്റ് എന്തായിരുന്നു? ഇന്ത്യയുമായിട്ട് സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ശ്രദ്ധിക്കുക ഏതൊക്കെയാണ്? നമ്പർ 1 ശ്രീലങ്ക, നമ്പർ 2 ലക്ഷദ്വീപ്. അപ്പോൾ സമുദ്ര അതിർത്തി 2 രാജ്യങ്ങളൊക്കെയാണ്. ഒന്ന് ശ്രീലങ്ക, 2 ബംഗ്ലാദേശ്. വളരെ വ്യക്തമാവുന്നില്ല പോയിന്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ ബേസിക് ആയിട്ട് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി, ഇന്ത്യയുടെ വടക്ക് തെക്ക് നീളം എത്രയാണ്? 3214 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ വടക്ക് തെക്ക് ദൈർഘ്യ നീളം. വടക്ക് നമ്മൾ പഠിക്കുന്നത് ഇന്ദിരാകോൾ എന്നാണ് പഠിക്കുന്നത്. പക്ഷേ ഇന്ദിരാകോൾ വാസ്തവത്തിൽ സിയാച്ചിൻ ഗ്ലേഷ്യറിന് വടക്കേറ്റമാണ്. അവിടെ നിന്ന് വടക്കോട്ട് മാറുന്നു. ഈ കാണുന്ന പോയിന്റ് അവിടെ നമ്മൾ തെക്കോട്ട് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 3214 കിലോമീറ്റർ. അപ്പോൾ തെക്കെന്താണ്? മെയിൻലാൻഡ് ആണ്. തെക്കെന്താണ്? കന്യാകുമാരിയാണ്. അപ്പോൾ ഇന്ത്യയുടെ വടക്ക് തെക്ക് നീളം 3214 കിലോമീറ്റർ ആണ്.
വ്യക്തമാകുന്നില്ല പോയിന്റ്. ഇനി ഇവിടെ പടിഞ്ഞാറ് കിഴക്ക് നീളമോ, പടിഞ്ഞാറ് കിഴക്ക് നീളമോ, ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് നോക്കി ഇവിടെ ഗുജറാത്തിന്റെ പടിഞ്ഞാറ് അറ്റം മുതൽ അരുണാചൽ പ്രദേശിന്റെ കിഴക്കേ അറ്റം വരെയും കാണപ്പെടുന്ന ഭാഗത്തിലാണ് 2933 കിലോമീറ്റർ നീളമുണ്ട് കിഴക്ക് പടിഞ്ഞാറ് നീളം. വ്യക്തമാകുന്നില്ലേ? വടക്ക് തെക്ക് എത്രയാണ്? 3214 കിലോമീറ്റർ ആണ്. ഇനി അടുത്ത പോയിന്റ് ശ്രദ്ധിച്ച, ഇവിടെ ഇന്ത്യയുടെ വിസ്തീർണം എത്രയാണ്? ഓക്കെ, 32,87,263 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഓക്കെ, കിലോമീറ്റർ സ്ക്വയർ ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ എന്താണ് വിസ്തീർണം. അപ്പോൾ ഇന്ത്യൻ ഭൂപ്രദേശത്തിന്റെ ടോട്ടൽ വിസ്തീർണം എത്രയാണ്? 32,87,263 ചതുരശ്ര കിലോമീറ്റർ ആണ്, കിലോമീറ്റർ സ്ക്വയർ ആണ്. വ്യക്തമാകുന്നില്ല പോയിന്റ്. വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7ാം സ്ഥാനമാണ്. വലിപ്പത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം. നമ്പർ 1 ഏതാണ്? റഷ്യ. നമ്പർ 2 കാനഡ. നമ്പർ 3 USA. നമ്പർ 4 എന്താണ്? ചൈനയാണ്. നമ്പർ 5 ബ്രസീൽ. നമ്പർ 6 ഓസ്ട്രേലിയ. നമ്പർ 7 എന്താണ്? നമ്മുടെ രാജ്യം. ഇതാണ് ഇന്ത്യ. ഓക്കെ, ലോകരാജ്യങ്ങൾ ഭൂമിയുടെ മൊത്തം കരാതിർത്തി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ കരഭാഗം, ഇന്ത്യയുടെ ആ വിസ്തീർണം എത്രയാണ്? 2.42% വരുന്നു. ക്ലിയർ ആണ്? 2.42% വരികയാണ്. ഇപ്പോൾ വ്യക്തമാകുന്ന പോയിന്റ്. അപ്പോൾ ഭൂമിയുടെ ടോട്ടൽ വിസ്തീർണത്തിൽ ഇന്ത്യൻ കരഭാഗം എത്രയാണ്? ഇന്ത്യയുടെ അതിർത്തി എത്രയാണ്? ഇന്ത്യയുടെ ഭൂപ്രദേശം എത്രയാണ്? 2.42% വരുന്നു. വ്യക്തമാകുന്ന പോയിന്റ്. അപ്പോൾ ഇത്രയും ബേസിക് ഫാക്ട്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം ഇത്രയും പോയിന്റ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.